സിജു ഔട്ടായപ്പോൾ ഏറ്റവും കൂടുതൽ കരച്ചിൽ കാണിച്ചത്, സങ്കടം കാണിച്ചത് അർജുനായിരുന്നു. ബാക്കി എല്ലാവർക്കും സങ്കടം ഉണ്ടായിരിക്കാം, ഓഫ് കോഴ്സ്. നമ്മുടെ ഋഷിയും കരഞ്ഞു, പക്ഷേ ഏറ്റവും കൂടുതൽ കരഞ്ഞുകൊണ്ടിരുന്നത് അർജുനായിരുന്നു. അർജുന് സിജോ പുറത്തോട്ട് പോകുന്നത് കാണാൻ പോലുമുള്ള ഒരു ശക്തി ഇല്ലാത്ത തരത്തിലായിരുന്നു അർജുൻ കരച്ചിലും. അർജുൻ പിന്നെ ബാത്റൂമിൽ പോയി കരയുന്നു, ശ്രീതു സമാധാനിപ്പിക്കുന്നു. ശരിക്കും സിജോ പോയതിൽ അർജുന് സങ്കടമുണ്ടോ? തുടക്കം മുതലേ എടുത്തു നോക്കുമ്പോൾ സിജോ ആയിട്ട് അർജുന് സ്നേഹമുണ്ട്, പക്ഷെ റോക്കിയോടായിരുന്നു കുറച്ചധികം സ്നേഹം ഉണ്ടായിരുന്നത്. പിന്നെ സിജോ ഔട്ടാവുമല്ല, ആ ഒരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷവും അർജുനായിട്ട് കൂട്ടുണ്ട്. എന്നാലും കൂടുതൽ ശ്രീതുവായിട്ടായിരുന്നു അർജുനും കമ്പനി. അതുപോലെ സിജോ അർജുനും ശ്രീതുവും സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോയി നിന്നിട്ട് ശ്രീതുവിനോടായിരുന്നു കുറച്ചൊക്കെ അറ്റാച്ച്മെൻറ്റ് കാണിച്ചിരുന്നത്. പിന്നെ സായിയോടൊക്കെ ആയിരുന്നു സിജോയ്ക്ക് ഒരു സ്നേഹം. പക്ഷെ അർജുനുമായിട്ട് അത്രയും വലിയ ബോണ്ട് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അർജുൻ എന്തുകൊണ്ടാണ് സങ്കടം വന്നതെന്ന് ചോദിക്കുമ്പോൾ അർജുൻ ടോപ്പ് 1 ആകും അല്ലെങ്കിൽ കപ്പ് എടുക്കും എന്ന് പറഞ്ഞ ഒരാളായിരുന്നു സിജോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷെ വേറൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ സിജോയ്ക്ക് ഒരു നല്ലൊരു ഭൂരിഭാഗം ആളുകൾ പുറത്തുണ്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു വോട്ടുണ്ടെന്ന് അർജുൻ അറിയാമായിരുന്നു. ഇനി ആ വോട്ട് തനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അർജുൻ കരഞ്ഞത്. ശ്രീതുവും സിജോ ആയിരുന്നു അവസാനം ഡേഞ്ചർ സോണിൽ വന്നത്. അപ്പോൾ ശ്രീതു സേവ് ആയിട്ടാണ് സിജോ ഔട്ടായത്. അപ്പോൾ ശ്രീതു സേവ് ആയതിൽ സന്തോഷം കാണിക്കാതെ അർജുൻ കരയുന്നു. ജെനുവിനായിട്ട് കരഞ്ഞതാണോ? ജെനുവിനായിട്ട് കരഞ്ഞതാണെന്ന് തോന്നിയവർ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലാത്തവർ അങ്ങനെയും ഒന്ന് കമൻറ്റ് ചെയ്യുക.